പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് വളരെ അടുത്തായിട്ട് കാലടിക്കും അങ്കമാലിക്കും മിഡിലായിട്ടുള്ളൊരു പിരാരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ബൈ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്രോജക്റ്റ് വന്നുള്ളത്. 5 സെൻറ്റ് 400 ലെങ്സ് ലാൻഡ് ഏരിയയിൽ 2250 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ്. മാത്രമല്ല 23 സെൻറ്റിൽ മേലെയാണ് ഇതിൻ്റെ ടോട്ടൽ ലാൻഡ് വരുന്നത്. ഇതെല്ലാം നമുക്ക് ആഡ് ഓൺ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചയിലേക്ക് പോകാം. അങ്കമാലിക്കും കാലടിക്കും മിഡിലായതുകൊണ്ട് തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും ഈസി ആക്സസ് ഉള്ളൊരു ഏരിയയും കൂടിയാണ്. ഇവിടുന്ന് ആദിശങ്കര കോളേജിലേക്ക് ഏകദേശം 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലേക്ക് ഏകദേശം ഒരു 4 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. മറ്റു ടൗണിലേക്ക് 1 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അങ്കമാലി ടൗണിലേക്കും റെയിൽവേ സ്റ്റേഷനിലേക്കും 4 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു ഏരിയയിലാണ്. ഈ കാണുന്ന ഏരിയ മൊത്തം നമുക്ക് കൃഷി ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ആഡ് ഓൺ ചെയ്തെടുത്താൽ. ഇനി നമ്മൾ നേരെ വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ് വരുന്നത്. കോമ്പൗണ്ടിനകത്ത് 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. പോർച്ചിനകത്ത് പൂർണ്ണമായിട്ടും കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസോട് കൂടി തന്നെയാണ് പോർച്ച് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടൈൽ ഒട്ടിച്ചിരിക്കുകയാണ്. കജാരിയുടെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. താഴെയും ടൈൽ കൊടുത്തിട്ടുണ്ട്. ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്കും വരുന്നുണ്ട്. വീടിൻ്റെ ദർശനം വരുന്നത് കിഴക്കോട്ടാണ്. അപ്പം കിഴക്ക് വശത്തേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്ക് വശത്താണ്. സൗത്ത് ഈസ്റ്റ് ഭാഗമാണ്. സ്വിഫ്റ്റ് പോലുള്ള സെഡാൻ വാഹനങ്ങൾ 2 പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ തന്നെയുണ്ട്. ഇനി നമ്മൾ വീടിൻ്റെ അകത്തേക്കാണ് പോകാൻ പോകുന്നത്. നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ടാണ്. അതും ഗ്രാനൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. 3 ചെയറിനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇരുവശങ്ങളിലായിട്ട് പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിരിക്കുകയാണ്. അതേക്ക് കയറുവാണ്. പ്രധാന ഡോറ് നല്ല വലിപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതും ടീക്കൂട്ടിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനും വരുന്നുണ്ട്. അപ്പം കിഴക്കോട്ട് ദർശനമായിട്ടുള്ള വീടും കൂടിയാണ്. നമ്മളിപ്പോൾ ലിവിങ് സ്പേസിലാണ്. നല്ലൊരു ലിവിങ് സ്പേസ്. അതും ഇത് നോർത്ത് സൈഡുമാണ്. നോർത്ത് സൈഡിൽ 3 പാളി ജനലാണ് എന്നുള്ളത്. ഇത് ഈസ്റ്റ് സൈഡാണ്. ഇവിടെയും 3 പാളി ജനലാണ് എന്നുള്ളത്. നാടൻ മരങ്ങൾ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടുതലും ടീക്കൂട് തന്നെയാണ്. അപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് കോൺ സെറ്റ് ഇടാവുന്നതാണ്. ഈ ഭാഗത്താണ് TV സ്പേസ് വരുന്നത്. വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതായത് റെഡ് ബ്രിക്കിൻ്റെ ഒരു ടൈൽ പാറ്റേൺ ആണ് വന്നുള്ളത്. അപ്പോൾ ഇവിടെയായിട്ട് വലിയൊരു TV ഹാങ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഒരു ബുക്ക് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. പ്ലാന്റ്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഭംഗിയായിട്ടാണ് അതിനെയും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. അതിവിശാലമായിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ തന്നെയാണ്. അത് കിച്ചനോട് ചേർന്ന് തന്നെയാണ്. അപ്പം കവേർഡ് ആയിട്ടുള്ളൊരു കിച്ചൺ തന്നെയാണ് അവിടെയും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. മേലെ ഭംഗിയായിട്ട് ഫാസീനും വർക്കും LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. വുഡിൻ്റെ ഒരു ടെക്സ്ചറും മേലെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. ഫ്രഞ്ച് വിൻഡോ സൈഡിലൊരു 4 പാളി ജനലാണ് വന്നുള്ളത്. അപ്പോൾ ധാരാളം ലൈറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇതിനെയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ കളർ പാറ്റേണും ഭംഗിയുള്ളൊരു കളർ പാറ്റേൺ തന്നെയാണ്. കജാരിയുടെ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കോക്കറി ഷെൽഫും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇനി നമ്മൾ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത്. നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് ഹുഡും ഹോബൊക്കെ അറേഞ്ച് ചെയ്യാവുന്നതാണ്. നല്ലൊരു ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. L ഷേപ്പിലാണ് നാനോ വൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഒരു 2 ലെയറായിട്ട് ടൈൽ പാറ്റേൺ വന്നിട്ടുണ്ട്. അതിനൊരു ഗോൾഡൻ ബീഡിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാറി ഒതുങ്ങിയിട്ടാണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് വന്നുള്ളത്. ജോൺസൻ്റെ ടാപ്പാണ് വന്നുള്ളത്. മണി പ്ലാന്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 2ാമത്തെ സെക്ഷനിലേക്കാണ് വരുന്നത്. ഈ ഭാഗത്ത് ഇങ്ങനെ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ 2 ടാപ്പ് കൊടുത്തിട്ടുണ്ട്. ക്വാളിറ്റി ഉള്ളൊരു സിങ്കും വരുന്നുണ്ട്. 2 ലെയറായിട്ടുള്ളൊരു ടൈൽ പാറ്റേണും വന്നിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഇവിടെ പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. മോട്ടറിൻ്റെ പവറൊക്കെ വരുന്നത് ഇവിടെയാണ്. പുറത്തേക്ക് ഇറങ്ങാവുന്ന ഡോറ് അതും ടീക്കൂട്ടിൽ തന്നെ ചെയ്തിരിക്കുകയാണ്. ഇപ്പം ധാരാളം സ്പേസ് നോർത്ത് സൈഡിൽ അവൈലബിൾ ആണ്. നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് തന്നെയായിട്ട് നല്ലൊരു വെല്ല് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള വെള്ളവും കൂടിയാണ്. കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് അതിനെയും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മൾ നേരെ ഇനി ബെഡ്റൂമിലേക്കാണ് പോകാൻ പോകുന്നത്. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ പോവാം.
മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. നേരെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂമാണ്. വാൾഡ്രോബ്സ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാവുന്ന രീതിയിലാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പം ഈ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡും ഈ ഭാഗം വരുന്നത് സൗത്ത് സൈഡുമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ബാത്റൂം ചെക്ക് ചെയ്യാം. ബാത്റൂമിൻ്റെ ഡിസൈൻ തന്നെ വ്യത്യസ്തമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. കയറി വരുമ്പോൾ തന്നെ നല്ലൊരു വാഷ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. അതും ജോൺസൻ്റെ ഫിറ്റിങ്സ് ആണ് വന്നുള്ളത്. ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ പാറ്റേണിലുള്ള ടൈലിനൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിലേക്ക് മാറി ഒതുങ്ങിയാണ് ക്ലോസറ്റ് ഏരിയ വന്നുള്ളത്. അപ്പോൾ അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം തന്നെയാണ്. അപ്പോൾ ഇനി നമ്മളിതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡൈനിങ്ങിൽ നിന്ന് ഒരുപാട് മാറിയിട്ടാണ് ഇതിൻ്റെ വാഷ് കൗണ്ടർ വന്നുള്ളത്. ഇങ്ങനെ ജോൺസൻ്റെ ഫിറ്റിങ്സ് തന്നെയാണ്. ഇവിടെയായിട്ട് ഒരു കൗണ്ടർ കൊടുത്തിരിക്കുകയാണ്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇനി ഇവിടെ ഒരു മിററും ലൈറ്റും മാത്രമേ ആവശ്യമുള്ളൂ. അതിൻ്റെ പോയിന്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിനടിയിലായിട്ടാണ് ഇൻവെർട്ടറിന് ഒരു സ്പേസ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ പവർ പോയിന്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ബെഡ്റൂമിലാണ്. സൗത്ത് ഈസ്റ്റ് കോർണറിലാണ് ഈ ബെഡ്റൂം എന്നുള്ളത്. ഇതിൻ്റെ സൈസ് വരുന്നത് 11 അടി നീളവും 10 അടി വീതിയിലുമാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഈ കോർണർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിളും മറ്റുമൊക്കെ കൊടുക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂമിലേക്ക് വരാം. നല്ലൊരു വാഷ് കൗണ്ടർ വന്നിട്ടുണ്ട്. മിററിനുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ എല്ലാം ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഡോറിൻ്റെ പാറ്റേൺ ആണെങ്കിലും നല്ലൊരു കളർ പാറ്റേൺ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ഭാഗം വരുന്നത് ഈസ്റ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ 4 പാളി ജനലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നേരെ ഇനി അപ്പർ ലിവിങ് സ്പേസിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. സ്റ്റെയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നതൊക്കെ വിധത്തിലാണ്. അപ്പം ടൈലും ഗ്രാനൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഹാൻഡിലാണെങ്കിൽ സ്റ്റീലിൻ്റെ ഹാൻഡിൽ, അതിൻ്റെ മേലെ ടീക്കിൻ്റെ വീഡിങ് ആണ് കൊടുത്തിട്ടുള്ളത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിരിക്കുകയാണ്. ഈസ്റ്റ് സൈഡാണ് 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഇതിൻ്റെ മേലെയും ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റും വന്നിട്ടുണ്ട്. അപ്പർ ലിവിങ്ങിലേക്കാണ് നമ്മളിപ്പോൾ വരുന്നത്. നല്ലൊരു അപ്പർ ലിവിങ് സെക്ഷൻ കിട്ടിയിട്ടുണ്ട്. നേരെ ബെഡ്റൂമിലേക്ക് വരാം. 14 അടി നീളവും 11 അടി വീതിയിലുള്ള ബെഡ്റൂം തന്നെയാണ് ഇവിടെയും കിട്ടിയിട്ടുള്ളത്. ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇനി നമ്മളിതിൻ്റെ 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോവാണ്. 14 അടി നീളവും 11 അടി വീതിയുള്ള ബെഡ്റൂം തന്നെയാണ്. ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് സൗത്ത് സൈഡുമാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് കോർണറായിട്ട് വരും. ഇതിൻ്റെ മേലെയും ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം തന്നെയാണ്. ഇനി നമ്മളിതിൻ്റെ ബാൽക്കണിയിലേക്കാണ് വരുന്നത്. കവേർഡ് ആയിട്ടുള്ളൊരു ബാൽക്കണിയാണ് നമുക്ക് ഫ്രണ്ടിൽ കിട്ടിയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ ചെറിയൊരു ഓപ്പൺ ബാൽക്കണി കൂടി ഫ്രണ്ടിലുണ്ട്. വേണമെങ്കിൽ നമുക്ക് അതിലേക്ക് ഇറങ്ങാവുന്ന എൻട്രൻസ് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്കൊരു കവേർഡ് ബാൽക്കണി കിട്ടുന്നുണ്ട്. അപ്പം നല്ല വലിപ്പമുള്ള ബാൽക്കണി ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഊഞ്ഞാലും മറ്റുമൊക്കെ ഇടാനുള്ള സ്പേസും നമുക്ക് ഇവിടെ ഉണ്ട്. ഫാൾ സീലിംഗിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇരുവശങ്ങളിലായിട്ട് ഫാൻ കൊടുക്കാനുള്ള പവർ സ്വിച്ചസും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂട്ടിലിറ്റി ഏരിയയിലേക്കാണ് വരുന്നത്. യൂട്ടിലിറ്റി ഏരിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ആണ്. മേലെ ഷീറ്റ് വർക്കല്ല, എവിടെയും കാണുന്ന പോലെ ഷീറ്റ് വർക്കല്ല. ഇവിടെ കൊടുത്തിരിക്കുന്നത് സെറാമിക് ടൈലുകളാണ് കൊടുത്തുള്ളത്. 10 വർഷം വരെ ഗ്യാരണ്ടിയുള്ള ടൈല് തന്നെയാണ് ഇതിൽ കൊടുത്തുള്ളത്. മാത്രമല്ല ഇതിൻ്റെ മേലെയും, അതായത് ഓപ്പൺ ടെറസ് ഏരിയൻ്റെ മേലെയും ഈ വർക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് മേലേക്ക് പോകാം. റൂഫിങ് ഫുള്ളായിട്ട്, അതായത് ഓപ്പൺ ടെറസ് ഏരിയ ഫുള്ള് റൂഫ് ചെയ്തിരിക്കുകയാണ് ടൈല് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹീറ്റ് നമുക്ക് താഴേക്ക് വളരെ കുറവായിരിക്കുകയും ചെയ്യും. ഫുഡ് ഗ്രേഡുള്ള ടാങ്ക് തന്നെയാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. 1000 ലിറ്ററിൻ്റെ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിനോട് വളരെ അടുത്തായിട്ട് ബൈ റോഡ് ഫ്രണ്ടേജ് ഉള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. ടോട്ടൽ ലാൻഡ് വരുന്നത് 23 സെൻറ്റിൽ കൂടുതലുണ്ട്. ഈ വീട് ഇരിക്കുന്നത് 5 സെൻറ്റ് 400 ലിങ്സ് ലാൻഡ് ഏരിയയിലാണ്. 2250 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. പ്ലസ് അഡീഷണൽ റൂഫ് വർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചോദിക്കുന്ന റേറ്റ് 98 ലക്ഷം രൂപയാണ്. 2250 സ്ക്വയർ ഫീറ്റിൻ്റെ 4BHK ചോദിക്കുന്ന വിലയാണ് 98 ലക്ഷം രൂപ. അത് ചോദിക്കുന്ന റേറ്റാണ്, വില നെഗോഷ്യബിൾ ആണ്. ഇതിൽ ബിൽഡർ ആഡ് ഓൺ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്.
ഫ്രണ്ടിലെ ഗേറ്റിൽ ഡോർ ഫോൺ വരുന്നതാണ്. അതുകൂടാതെ 4 സൈഡിലും CCTV ക്യാമറകൾ വരുന്നതാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിനായിട്ട് ഇൻസിനേറ്ററും മറ്റുമൊക്കെ ബിൽഡറുടെ ചുമതലയിലാണ് ചെയ്തു തരുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ഒരു മടിയും കൂടാതെ കോൺടാക്ട് ചെയ്യുക. സിമിലറായിട്ടുള്ള ഒരുപാട് പ്രോജക്റ്റ് നമ്മുടെ പക്കലുണ്ട്. 80% കൂടുതൽ ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.